السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവുമായി ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തേണ്ടവനാണ് വിശ്വാസി. എത്രത്തോളം നാം അള്ളാഹുവുമായി അടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. എങ്ങനെയാണ് അള്ളാഹുവുമായി നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്നത്? അതിന് പല മാർഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ നമ്മൾ അറിയുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. ഇന്നത്തെ ഖുതുബയിൽ നാം കേട്ടത് അള്ളാഹുവിൻ്റെ നാം എല്ലാവരും കേട്ട് പരിചയിച്ച ചില നാമങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകളുമാണ് ഇന്നത്തെ ഖുതുബയിൽ ഇവിടെ ഖതീബ് കേൾപ്പിക്കുകയുണ്ടായത്. സഹോദരന്മാരെ, അള്ളാഹു എന്ന പദം അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും സമാധാനമുണ്ടാകണം. അവൻ്റെ എല്ലാ സങ്കടങ്ങളും അള്ളാഹ് എന്ന നാമം കേൾക്കുമ്പോൾ ആ സങ്കടങ്ങളെല്ലാം ഇല്ലാതെയാകണം. അങ്ങനെ ഒരു ശക്തമായ ഒരു പവർ, ഒരു ശക്തി ആ നാമത്തിനുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ഉൽ കർബ് എന്ന പേരിൽ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എന്താണ് ആ പ്രാർത്ഥനയിലുള്ളത്? ആ പ്രാർത്ഥനയിൽ എവിടെയും അള്ളാഹുവെ എൻ്റെ വിഷമങ്ങളെ നീ നീക്കിത്തരണേ എന്ന ഒരു സംസാരം, ഒരു അഭിസംബോധനം ആ പ്രാർത്ഥനയിലില്ല. അള്ളാഹുവെ നീ എൻ്റെ സങ്കടങ്ങളെ ഇല്ലാതെയാക്കി തരണേ എന്ന് ആ പ്രാർത്ഥനയിൽ പറയുന്നില്ല. പിന്നെന്താണ് ആ പ്രാർത്ഥനയിലുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അലിയുൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർദി വ റബ്ബുൽ അർശിൽ കരീം. പരിപൂർണമായും അള്ളാഹുവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചാണ് ആ പ്രാർത്ഥനയിലുള്ളത് എന്നാണ്. ഇത്തരത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അള്ളാഹു ആയിരിക്കണം. അല്ലെങ്കിൽ അള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് നാം അവിടെ മനസ്സിലാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഏറെ ശ്രേഷ്ഠമായ രണ്ട് നാമങ്ങളാണ് അർ റഹ്മാൻ, അർ റഹീം എന്നുള്ളത്. കാരുണ്യം ചൊരിയുന്നവൻ എന്ന അർത്ഥത്തിൽ വരുന്ന ഈ രണ്ട് നാമങ്ങൾ. എന്താണ് അതിനെ ഇന്ന് ഖതീബ് ഖുതുബയിൽ സൂചിപ്പിച്ചത്? എത്രത്തോളം കരുണയുള്ളവനാണ് അള്ളാഹു. ഒരു ഉമ്മാക്ക് തൻ്റെ മകനോട് അല്ലെങ്കിൽ തൻ്റെ മക്കളോട് ഉള്ളതിനേക്കാളും അള്ളാഹു അടിമകളോട് കരുണയുള്ളവനാണ് എന്നുള്ളതാണ്. അതിനേക്കാളും വലിയ ഒരു വിശദീകരണം, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഒരു ഡെഫിനേഷൻ ആ ഒരു റഹ്മാൻ അർ റഹീം എന്ന നാമത്തിന് നൽകാനില്ല. കാരണം നമ്മളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്നവൻ അള്ളാഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം നമുക്കറിയാം. സ്വഹാബികളോട് ഒരുപാട് നേരം കുഞ്ഞിനെ അന്വേഷിച്ച്, കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ ആ കുട്ടിയെ സ്വന്തം മാറത്തോട് ചേർത്ത് വെച്ച ഉമ്മയെ കാണിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആ ഉമ്മ ഇനി ആ കുഞ്ഞിനെ ഒരു തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല റസൂലേ. കാരണം ഉമ്മയാണ്. ആ കുട്ടിയെ കിട്ടിയ സമയത്ത് ആ ഉമ്മ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഉമ്മാക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും കാരുണ്യത്തെക്കാളും എത്രയോ വലുതാണ് അള്ളാഹുവിന് നിങ്ങളോടുള്ള കാരുണ്യം എന്നുള്ളതാണ്. അപ്പോൾ അർ റഹ്മാൻ ഉർ റഹീം എന്നുള്ള അള്ളാഹുവിൻ്റെ ആ നാമം നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ആ നാമമാണ്. എൻ്റെ റബ്ബ് റഹ്മാനാണ്, എൻ്റെ റബ്ബ് റഹീമാണ്. എനിക്ക് ദുനിയാവിൽ പ്രയാസമുണ്ടാകുന്ന, ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം അള്ളാഹു എനിക്ക് നൽകുകയില്ല.
ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഖൈറുണ്ടാകും എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മലിക്കാൻ, ആ എല്ലാത്തിൻ്റെയും ഉടമസ്ഥതയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഭൂമിയിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. ഒരു കാര്യം നടക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ അത് അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മടങ്ങേണ്ടത് ആരിലേക്കാണ്? ദുനിയവിയായ അല്ലെങ്കിൽ ഭൗതികമായ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ റബ്ബിലേക്കാണ് നാം ആദ്യമായി മടങ്ങേണ്ടത്. അല്ലാഹുവേ, ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നവൻ നീയാണ്. നീയല്ലാതെ ആർക്കും ഇത് കൈകാര്യം ചെയ്യാനുള്ള അധികാരമില്ല. അതുകൊണ്ട് എൻ്റെ റബ്ബേ, എൻ്റെ ഈ കാര്യത്തെ നീ എളുപ്പമാക്കി തരണേ എന്ന് റബ്ബിലേക്കാണ് നാം മടങ്ങേണ്ടത് എന്നുള്ളതാണ്. സഹോദരന്മാരെ, അല്ലാഹു അൽ ഖുദ്ദൂസാണ്. അല്ലാഹു പരിശുദ്ധനാണ്. എന്തിൽ നിന്ന് പരിശുദ്ധനാണ്? അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളെയോ അല്ലാഹുവിൻ്റെ സത്തയിലോ എന്തെങ്കിലും കുറവ് വരുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ അല്ലാഹു പരിശുദ്ധനാണ് എന്നുള്ളതാണ്. അല്ലാഹുവിന് മകനുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. മറ്റു മതങ്ങളിൽ അല്ലാഹുവിന് മകനുണ്ട്, ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവിന് രൂപങ്ങളുണ്ടാക്കി അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പല രൂപത്തിലും അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അല്ലാഹുവിൻ്റെ സത്തയിൽ കുറവ് വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അല്ലാഹു പരിശുദ്ധനാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ കാര്യങ്ങൾ നിറവേറ്റാൻ പങ്കാളികളുടെ ആവശ്യമില്ല, ഇടയാളന്മാരുടെ ആവശ്യമില്ല. എല്ലാം നേരിട്ട് റബ്ബിനോടാണ്. നമുക്ക് പ്രയാസങ്ങളുണ്ടോ, നമുക്ക് പ്രതിസന്ധികളുണ്ടോ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ, അതിലൊന്നും ഇടയാളന്മാരെ ആവശ്യമില്ല. നേരിട്ട് അല്ലാഹുവിനോട്. അല്ലാഹുവിനിടയിൽ ഒരു പ്രവാചകനെ പോലും ആവശ്യമില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. പ്രവാചകന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായപ്പോൾ നേരിട്ട് അല്ലാഹ് എന്നാണ് പ്രവാചകൻ വിളിച്ചത്. അവിടുന്ന് സ്വഹാബികളും അതേ മാതൃകയാണ് പിന്തുടർന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖുദ്ദൂസാണ്. അല്ലാഹു അൽ അലീമാണ്. എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. നാം രഹസ്യമാക്കി വെച്ചതും നാം പരസ്യമാക്കിയതും ഒരുപോലെ അറിയാൻ കഴിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലെ, നമ്മുടെ കണ്ണിൻ്റെ കട്ടുനോട്ടം പോലും അറിയാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ചില ആളുകൾ അവർ തിന്മകൾ ചെയ്യുമ്പോൾ രഹസ്യമായി ചെയ്യാൻ പല ആളുകളും ശ്രമിക്കും. രഹസ്യമായി ഒരു മുറിയുടെ ഉള്ളിൽ ആരും കാണാതെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ച് അങ്ങനെ തിന്മ ചെയ്യുന്ന ആളുകളോട് അല്ലാഹു പറയാണ്, യസ്തഖ്ഫൂന മിനന്നാസ്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ആളുകൾ കാണാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ വല യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അലീമാണ് എന്നുള്ളതാണ്. യഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ചിന്തകൾ വരെ അല്ലാഹു അറിയുന്നു എന്നുള്ളതാണ്. നമ്മൾ പറയണ്ട, നമ്മൾ കേൾക്കണ്ട, നമ്മൾ കാണണ്ട, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അറിയാനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട് എന്നുള്ളതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അലീമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഗഫൂറാണ്. എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിൽ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു പറഞ്ഞു, യബ്ന ആദം, ആദമിൻ്റെ മകനെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക. ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എന്നോട് പ്രാർത്ഥിക്കുന്നത്രയും കാലം, നീ എന്നിൽ പ്രതീക്ഷയർപ്പിക്കുന്നത്രയും കാലം ഞാൻ നിനക്ക് പൊറുത്തു തരും. അലാ മാ കാന മിൻക, നീ ചെയ്ത എല്ലാ തിന്മകളും, നിന്നിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാം ഞാൻ നിനക്ക് പൊറുത്തു തരുമെന്നുള്ളതാണ്. തുടർന്ന് കൊണ്ട് എന്താണ് അല്ലാഹു പറയുന്നത്? യബ്ന ആദം, ആദമിൻ്റെ മകനെ, ലൗ അതൈതനി ബിമിൽഇൽ അർളി ഖതായ, നീ എന്നിലേക്ക് വരികയാണ്. എങ്ങനെയാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത്? ഭൂമി നിറയെ തിന്മകൾ ചെയ്തുകൊണ്ട്. ബിമിൽഇൽ അർളി ഖതായ, ഭൂമി നിറയെ തിന്മകൾ ചെയ്തുകൊണ്ട്. ഒരു മനുഷ്യനും ഭൂമി നിറയെ തിന്മകൾ ചെയ്ത് ഒരിക്കലും ഈ ദുനിയാവിൽ ഒരു 100 വർഷം ജീവിച്ചാലും ഭൂമി നിറയെ തിന്മകൾ ചെയ്യാൻ ഒരാളെ കൊണ്ട് കഴിയുകയില്ല. എന്നാലോ ഭൂമി നിറയെ തിന്മകൾ ചെയ്ത് നീ എന്നെ കണ്ടുമുട്ടിയാലും, സുമ്മ ലഖീതനി ലാ തുശ്രിക് ബി ശൈഅ, പിന്നെ നീ എന്നെ കണ്ടുമുട്ടുകയാണ്. എങ്ങനെയാണ്? അവിടെ ഒരു നിബന്ധന അല്ലാഹു പറഞ്ഞു, ലാ തുശ്രിക് ബി ശൈഅ, എന്നിൽ ആരെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ, നിന്റെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വരാത്ത അവസ്ഥയിൽ നീ എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ലഅതൈതുക ബിമിൽഇഹാ മഗ്ഫിറ, അതേപോലെ
ഭൂമി നിറയെ മഗ്ഫിറത്തുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ ഒരാൾ ഭൂമി നിറയെ തിന്മ ചെയ്യണമെങ്കിൽ അവൻ്റെ ജീവിതമുടനീളം അവൻ തിന്മകൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ തിന്മ ചെയ്ത് ഷിർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ നീ അള്ളാനെ കണ്ടുമുട്ടിയാൽ പോലും നിനക്ക് മഗ്ഫിറത്തുണ്ട്, അള്ളാഹു പൊറുത്തു തരും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത്. അതാണ് അള്ളാഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഈ രൂപത്തിൽ, ഇത് ഒരു ചെറിയ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ആ നാമങ്ങളെക്കുറിച്ചുള്ള 1-2 വാക്കുകൾ മാത്രമാണ് നമ്മളിവിടെ കേട്ടത്. അങ്ങനെയല്ല, ഓരോ നാമങ്ങളും വിശാലമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുമ്പോൾ കൂടുതൽ നമ്മുടെ റബ്ബുമായി അടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് എന്താ? അള്ളാഹു അൽ ഗനിയാണ്, അള്ളാഹു അൽ കരീമാണ് എന്നുള്ളതാണ്. അള്ളാഹു ഗനിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ആരെയും ആവശ്യമില്ല, ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. ഏതുവരെ? നമ്മുടെ ഇബാദത്തുകൾ വരെ അള്ളാഹുവിന് ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ഇബാദത്തുകൾ ചെയ്ത് ഒരുപാട് നന്മകൾ ചെയ്തതുകൊണ്ട് അള്ളാഹുവിനൊന്നും ലഭിക്കാനില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ആദം ലോകത്തിലെ 1-ാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ എല്ലാവരും അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദ് മിൻകും, ഏറ്റവും തഖ്വയുള്ള ആളായാൽ പോലും, ലോകത്തുള്ള മനുഷ്യന്മാരെല്ലാവരും തഖ്വയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലാണെങ്കിൽ പോലും അള്ളാഹുവിന് അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമില്ല എന്നുള്ളതാണ്. ഇനി ലോകത്തുള്ള മനുഷ്യന്മാരെല്ലാവരും വളരെ മോശമായ ഖൽബിൻ്റെ ഉടമകളായാൽ പോലും അള്ളാഹുവിന് അതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരെ അവൻ്റെ സൃഷ്ടികൾ ആവശ്യമില്ല. ഏതിൽ വരെ? അവരുടെ ഇബാദത്തുകൾ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നമുക്ക് അത്രക്കും ആവശ്യമാണ്. അള്ളാഹുവിനോട് നമുക്ക് എന്തും ചോദിക്കാം. അതാണ് നാം കേട്ടത്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളിലെ എല്ലാവരും, ജിന്നും അതേപോലെ നിങ്ങളിലെ ഇൻസുവർഗവും മനുഷ്യന്മാരും അതേപോലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ ആളുകളും, ഖാമു ഫീ സഈദിൻ വാഹിദ്, ഒരു പ്രതലത്തിൽ എല്ലാവരും ഒരുമിച്ചുകൂടി, ഫസഅലൂനി, എന്നിട്ട് നിങ്ങളോട് എല്ലാവരും ഓരോ കാര്യങ്ങളും എന്നോട് ചോദിക്കാൻ, എല്ലാവരും ചോദിക്കണം. ലോകത്തുള്ള മനുഷ്യന്മാരെല്ലാവരും, കഴിഞ്ഞ് ചരിത്രത്തിൽ മരിച്ചുപോയവരും ഇനി വരാനിരിക്കുന്നവരും എല്ലാവരും ഒരു മരുഭൂമിയിൽ ഒരുമിച്ചുകൂടി എന്നോടൊരു കാര്യം ചോദിച്ചാലും ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലത, ഓരോരുത്തർക്കും അവർ ചോദിക്കുന്ന കാര്യം ഞാൻ നൽകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്ത കാര്യമോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്ത കാര്യമോ അല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ സങ്കടങ്ങളുണ്ട്, നമുക്കൊക്കെ വിഷമങ്ങളുണ്ട്, നമുക്കൊക്കെ പ്രയാസങ്ങളുണ്ട്. ഈ പ്രയാസങ്ങളൊക്കെ നമ്മുടെ കുടുംബക്കാരോട് പറയുന്നതിന് മുമ്പ്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ഉപ്പയോട് ഉമ്മയോട് നമ്മൾ പറയുന്നതിന് മുമ്പ്, നമ്മുടെ സുഹൃത്തുക്കളോട് പറയുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ടത് നമ്മുടെ റബ്ബിനോടാണ്. അല്ല, രാത്രിയുടെ 1/3 ബാക്കിയുള്ള സമയത്ത് തഹജ്ജുദ് നമസ്കരിച്ച് അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടി അള്ളാഹുവിനോടാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് 1-ാമത്തെ ഖുത്ബയുടെ അവസാനത്തിൽ നാം കേട്ട പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ചില വിശിഷ്ടമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, റഹ്മാനായ റബ്ബേ നീ എന്നോട് കരുണ ചൊരിയണേ, ഗഫൂറായ റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ, ആ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളും നടന്ന കാര്യങ്ങളും ഇനി ഭാവിയിൽ നടക്കാനിരിക്കുന്നതും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മാത്രമല്ല അസ്സമീഉൽ ബസീർ, എല്ലാം കൃത്യമായി കേൾക്കുന്നവനും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ആ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ആ അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയായിരിക്കണം നാം ജീവിക്കേണ്ടത്. അവസാനമായി നാം കേട്ട പരിശുദ്ധ ഖുർആനിലെ ആയത്ത്, ദാലികുമുല്ലാഹു റബ്ബുക്കും, ഈ പറഞ്ഞതാണ് നമ്മുടെ റബ്ബ്. നമ്മുടെ റബ്ബ് ഈ പറഞ്ഞതാണ്. നമ്മുടെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം മറ്റു മതങ്ങളിൽ ദൈവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന
കെട്ടുകഥകളോ അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ ദൈവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന നമുക്ക് തന്നെ ചിന്തിച്ചാൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളല്ല നമ്മുടെ റബ്ബിനെ കുറിച്ച് പറഞ്ഞത്. ഈ പറഞ്ഞ അസ്മാഉകളാണ്, ഈ പറഞ്ഞ സിഫാത്തുകളാണ് നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കാനുള്ള വഴി. അതാണ് പറയുന്നത്, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, ഇതാണ് നിങ്ങളുടെ റബ്ബ്, ലാ ഇലാഹ ഇല്ലാഹു, ആ അല്ലാഹു അല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനില്ല, ആ അല്ലാഹു മാത്രമാണ് നിങ്ങളുടെ ആരാധ്യൻ. ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നവനവനാണ്. അതുകൊണ്ട് ഫഅബുദൂഹ്, എന്തിനാണ് ഈ നാമങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്? ഫഅബുദൂഹ്, ആ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കാൻ വേണ്ടിയാണ്, ആ അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, എല്ലാ കാര്യത്തിൻ്റെയും ഉടമസ്ഥത, എല്ലാ കാര്യത്തെയും ഏറ്റെടുത്തവനാണ് ആ അല്ലാഹു. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നീങ്ങണമെങ്കിൽ ആ അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങുക, ആ അല്ലാഹുവിൻ്റെ ഇബാദത്തിലേക്ക് നമ്മൾ മടങ്ങുക. അതിനുള്ള പരിഹാരങ്ങൾ അല്ലാഹു നൽകുമെന്നുള്ളതാണ്. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, ഈ രൂപത്തിൽ അല്ലാഹുവിൻ്റെ ഓരോ നാമങ്ങളെയും വളരെ വിശാലമായി പഠിക്കാൻ നാം സമയം കണ്ടെത്തണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അല്ലാഹുവുമായി ഉള്ള ബന്ധത്തെയും നമ്മുടെ നമസ്കാരങ്ങളെയും നമ്മുടെ ഇബാദത്തുകളെയും ഒക്കെ വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പഠനം നമ്മെ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ധാരാളം ക്ലാസ്സുകൾ അത് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ യൂട്യൂബിലൊക്കെ ഇന്ന് ലഭ്യമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി അതൊക്കെ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم رب ارحمهما كما ربيانا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.